താഴോട്ട് നോക്കിക്കഴിഞ്ഞ് ഞാൻ മല ഉണ്ട്, ആ മലയുടെ അപ്പുറത്തൊരു കടലുണ്ട്, അതാണ് ക്ലിഫ് ഓഫ് മോഹർ. 10 കിലോമീറ്റർ കടൽ. നമ്മൾ ക്ലിഫ് ഓഫ് മോഹറിൽ എത്തിയിരിക്കുകയാണ്. നമ്മളത് വീൽ ചെയ്തുകൊണ്ട് ക്ലിഫ് ഓഫ് മോഹറിൻ്റെ മണ്ടയിലോട്ട് കയറാൻ പോവുകയാണ്. മണ്ടയിൽ പോയി താഴെ കിടക്കാണ്ടിരിക്കാൻ നോക്കിക്കോളൂ. മോനെ ഓടിക്കണ്ട, അപ്പനെ ഓടിച്ചോളാം. അത് അവിടെ നോക്കൂ, അതെന്താണെന്ന് എനിക്ക് പറയാൻ പാടില്ല. പക്ഷെ നമ്മൾ മേളിൽ ചെല്ലുമ്പോൾ ജസ്റ്റ് പാർക്ക് ചെയ്തിട്ട് മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പീസ് അവിടെ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ക്ലിഫ് ഓഫ് മോഹറിലെത്തി. അയർലൻഡിലെ ഏറ്റവും വലിയ ക്ലിഫ് ഇതാണ്. നമുക്ക് ജസ്റ്റ് ഒരു വ്യൂ കാണാം. അവിടെ നമുക്കിനി ആ മലയുടെ മേളിലൊക്കെ പോകാനുള്ളതാണ് കേട്ടോ. ഇതാ മലയുടെ മേളിലൊക്കെ. ഇന്നിപ്പോൾ ഇവിടെ നല്ല കാലാവസ്ഥയാണ്, ഭയങ്കര വെയിലൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കാണാൻ. അതാണ് ആരൻ ഐലൻഡ്സ്. ഗാൽവേ സിറ്റിയിൽ നിന്ന് കപ്പലിൽ അല്ലെങ്കിൽ ബോട്ടിൽ പോകണം, അങ്ങോട്ടേക്ക് പോകണം. ഡേഞ്ചർ ആയിട്ടുള്ള വഴിയിലൂടെ നടക്കാൻ പോവാണ്. ലെറ്റ്സ് ഗോ. അതിൽ കൂടെ പോകുന്നുണ്ട്, കൊച്ചുള്ളതുകൊണ്ട് പക്ഷെ തോന്നുന്നില്ല.
കണ്ടോ ആ കണ്ടോ സിൽവറിൽ ഫിയോന എന്ന് എഴുതി കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഫിയോന എന്ന് മാത്രമല്ല എല്ലാവരും പേര് ആരെങ്കിലും പേര് കൊടുത്തു കഴിഞ്ഞാൽ പേര് എഴുതി കിട്ടും. നമ്മുടെ നാട്ടിൽ അരിമണിയിൽ എഴുതുന്ന പോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സിൽവറിൽ എഴുതി കിട്ടും. ഒരു പേരിന് 15 euro. 2 ആണെങ്കിൽ 25 euro വന്നു. ആ പറ. നമ്മൾ അത് ആദ്യം കാണിക്കുക. അതിൻ്റെ മണ്ടയിലേക്ക് കയറിയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതാണ്. അയ്യോ തളർന്നു. വെയിൽ നല്ല വെയിലാണ്. കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ട്. ഞങ്ങൾ പോവാണ് ഇവിടുന്ന് നേരെ ഡൂളിൻ കേവ്സ്. ഞങ്ങളിപ്പോൾ ഇവിടെ കയറി. ഇത് ഇവിടുത്തെ ചെറിയ കഫേയാണ്. അവിടെ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ച് പുറത്തുനിന്ന് നോക്കിയാൽ കുഞ്ഞൊരു പെട്ടിക്കട, പക്ഷെ അകത്തൊരു കേവാണ്. അതിൻ്റെ അകത്തൊരു ഗുഹയാണ്. ഗുഹയ്ക്കകത്ത് കുറേ കടകൾ. അതിൻ്റെ അകത്ത് ഫുഡ് കഴിച്ചു. നമ്മൾ പുറത്തോട്ട് പോകുന്നു. ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഇനി അപ്പുറത്ത് കുറച്ച് ചെറിയ കടകളുണ്ട്. അവിടെ കയറിയിട്ട് പോകും ഞങ്ങൾ.